ഹായ് ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം ചെറിയ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, നല്ല സപ്പോർട്ടും തരുന്നുണ്ട്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ബീഫിൻ്റെ എല്ലും കൊള്ളി കപ്പ എന്നൊക്കെ പല സ്ഥലങ്ങളിലും പല രൂപത്തിൽ പറയും. അപ്പോൾ അത് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, രണ്ടും ചേർത്തുള്ള ഒരു കോമ്പിനേഷൻ വെറൈറ്റിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ആദ്യം ഈ ബീഫിൻ്റെ എല്ലൊന്ന് കഴുകിയെടുക്കാം വൃത്തിയായിട്ട്. എല്ലിനകത്ത് നെയ്ക്കട്ടയാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഒരു 4-5 തവണ കഴുകിയിട്ടുണ്ട്. ചോരമയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് കോരി വാരിങ്ങായിട്ട് ഒരു കൊട്ടയിലിക്കിടാം. അപ്പോൾ ഓക്കെ, നമ്മൾ ബീഫിൻ്റെ എല്ലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. സവാള, ഉള്ളി, പച്ചമുളക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് സവാള കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് നേരെ ചട്ടി വെച്ച് കൊടുക്കാം. അടപ്പ് കത്തിച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടായിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച 5 സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ശരിക്ക് വാടുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇതിലേക്കായിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം ഇതിലേക്കായിട്ട് നമ്മൾ ചെറിയ പീസ് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 7 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി ഇതിലേക്കായിട്ട് ഒരു 15 വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കണം. ഓക്കെ, ഇതിലേക്കായിട്ട് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കായിട്ട് 3 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കായിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കായിട്ട് 2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കായിട്ട് നമ്മൾ ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാം. ഓക്കെ, അപ്പം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിൻ്റെ എല്ല് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് ഗ്രേവിയിൽ മുങ്ങുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഓക്കെ, ഇത് നമ്മൾ ബീഫിൻ്റെ എല്ലൊക്കെ ഇതിൽ മസാല മുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ഒരു മണിക്കൂർ സമയം അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബീഫിൻ്റെ എല്ലൊക്കെ കഴുകി വൃത്തിയാക്കി മസാല ഒക്കെ ചേർത്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി കപ്പ റെഡിയാക്കി എടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ കാണുന്ന പോലെ തൊലി ഇങ്ങനെ ഒലിച്ചെടുക്കാം. ഇത് തൊലിയെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ നമുക്ക് കൊള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കൊള്ളി എന്ന് പറയണത് നോക്കണ്ട, പല സ്ഥലങ്ങളിൽ പല പേരിൽ അറിയപ്പെടുന്ന കപ്പ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നമ്മുടെ നാട്ടിൽ കൊള്ളിക്കിഴങ്ങെന്നാണ് പറയാം. ഓക്കെ, നമ്മുടെ കപ്പ
അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നും കൂടി കഴുകിയെടുക്കണം നന്നായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 3-4 തവണ കപ്പ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ കപ്പ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ബീഫിൻ്റെ എല്ലാം അടുപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ബീഫിൻ്റെ എല്ല് കറി സൂപ്പറായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ബീഫിൻ്റെ എല്ല് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെറുതെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് സവാള ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതുണ്ട്, അതിങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളിത് ബീഫിൻ്റെ എല്ലൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി കപ്പ പുഴുങ്ങാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ച കപ്പ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഒന്ന് ചെറുതായിട്ട് ഇളക്കണം. നമുക്കിനി മൂടി വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കപ്പ വേവിക്കാൻ അടപ്പത്തിട്ടിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അടപ്പത്തിൽ നിന്ന് കോരിയെടുക്കാം. ഓക്കെ, നമ്മൾ എല്ലുകറി കപ്പയും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് പാത്രത്തിലാക്കാം. ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലുകറിയും കപ്പയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടി ഉണ്ട്. അപ്പോൾ കിച്ചു, അപ്പു, ഷോർബായി 2 സൈഡിലായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ്. ഓക്കെ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിരുന്നു എല്ലാവരും പറയണത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കപ്പൊക്കെ ഇപ്പോൾ അത്യാവശ്യം കിട്ടുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ഓക്കെ, ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.